ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത് തിരുവോണത്തിൻ്റെ ഉച്ചയ്ക്കാണ്. തിരുവോണ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ആറാട്ട് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കുളത്തിലൊക്കെ പൂവിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഇന്ന് ആറാട്ട് വ്ളോഗാണ്. ഫുൾ ഇന്ന് ആറാട്ട് പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി ചുമ്മാ ഒന്ന് സെറ്റാവാം എന്ന് വിചാരിച്ചു. എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എണീറ്റ്. നമുക്ക് പോവാം ബാ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്നേയുള്ളൂ. ഇനിയിപ്പോൾ ആറാട്ടിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം. അമ്മയും അമ്മയൊക്കെ ഇവിടെ അടിച്ചു വരുന്നുണ്ട്. അവിടെ കുളം അലങ്കരിച്ചുകൊണ്ടിരിക്കുക, പൂവിടുക കുളത്തിൽ. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. 3 മണി കുറഞ്ഞിട്ടാണ്. ഞാനാണ് ഇത്രയും ആക്കിയെടുത്തത് ഞാനാണ്. ഉറങ്ങി എഴുന്നേറ്റ് വന്നുള്ളൂ. ഇപ്പൊ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. അവൾ ഫുഡ് കഴിക്കണല്ലേ ഇടുന്നത്. ഹലോ, ഇതാണ് കേട്ടോ മുത്തശ്ശൻ. ഗൈസ്, അപ്പം നമ്മൾ ആറാട്ടിന് വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ എല്ലാ പിള്ളേരൊക്കെ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാം പോയി നോക്കാം. അതായത് നമുക്ക് ആറാട്ടിന് പോവാം. ട്രഡീഷണൽ ലുക്ക് പിടിക്കാൻ ഭസ്മൊക്കെ തൊട്ട് റെഡി ആയിരിക്കാം. നോക്കട്ടെ. നമുക്ക് നിങ്ങളൊക്കെ റെഡിയായോ ഗൈസ്? കണ്ണ ലച്ചു അവിടെ ഒരുക്കത്തിലാണ്. ലച്ചു ഇപ്പം എങ്ങാനും കഴിയോ? തിരുമനാവോ? ഒരു ക്ലിപ്പ് കയ്യിലെടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ കെട്ടണമെങ്കിൽ ചൂടെടുക്കുമ്പോൾ കെട്ടാം. അതെ അതെ, എല്ലാവരും ഒരേപോലെ റെഡി ആയിരിക്കുന്നു ഗൈസ്. നമുക്ക് ആറാട്ടിന് പോവാം, ഗാനമേള കേൾക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഗാനമേള കേൾക്കാൻ പോവാണ്. നമ്മുടെ ഇവിടുന്ന് വഴി കയറുന്നിടത്ത് തന്നെ ഇന്നലെ പോയപ്പോൾ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആറാട്ട് കടവേദിൻ്റെ. അവിടെ നമ്മൾ ഗാനമേള ഉണ്ട്. നമ്മളത് കേൾക്കാൻ വേണ്ടിയിട്ട് പോവാം ഗൈസ്. ഇത് പുതിയ കമലാണ്, ഇന്നലെ വാങ്ങിച്ച കമല. അപ്പോൾ നമുക്ക് പോയിട്ട് ഗാനമേള ഗൈസ്. ലൈറ്റ് നോക്ക് ഗൈസ്, ഭയങ്കര ഭംഗി. ഇവിടെ മറ്റേ ഇത് അത് നിങ്ങൾക്ക് കാണുമോ? ലേസറിന്റെ ലൈറ്റ് വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് ഗൈസ്. നമ്മുടെ ഇല്ലത്തേക്ക് ആന വരും. അതെ, ആന വരും. ഇത് പക്ഷെ ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗി. ആ റോഡിൽ ആരും ഇല്ലാണ്ട് നമ്മളിങ്ങനെ തന്നെ നടക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഗാനമേള കേൾക്കാം. കുറച്ചു നേരം ഗാനമേളയൊക്കെ കേട്ടിട്ട് ആറാട്ട് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇല്ലത്തേക്ക് പോവാം. ഓക്കെ, ഇങ്ങോട്ട് വാ. ഞാൻ ഓൾറെഡി കാണും. നമ്മൾ അമ്പലത്തിലോട്ട് പോകും. അവിടെ വേറെ ഗാനമേള ഉണ്ടെന്ന് പറയണ്ട. അപ്പോൾ പോയി നോക്കിയിട്ട് വരാം. ഇവിടുത്തെ ഗാനമേള കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചു. അതിൽ ഗാനമേളയ്ക്ക് പോയി, പക്ഷെ ഭയങ്കര തിരക്ക്. പിന്നെ ആന ഈസ് കമ്മിങ്. അതെ, ആറാട്ടിനായിട്ട് ആന അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോവാം. നമ്മളപ്പം വീട്ടിലെത്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറാട്ട് തിരക്കൊക്കെ തുടങ്ങി.
ഇത് സാധാരണ എങ്ങനെ ഇട്ടാലും കേളാവത്തേൻ്റെ മുടി നല്ല കേളായിട്ട് സാധാരണ നന്നായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഇങ്ങനൊന്നും വരാത്ത ഇങ്ങനെയാണല്ലോ കണ്ടോ സ്പ്രിങ് പോലെ ഇരിക്കുന്നു. അതെ എന്താ എനിക്കറിയില്ല, ഇതിങ്ങനെ തന്നെ വന്നതാ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടെങ്കിൽ തിരക്കായി. 3 ആന വരും, 3 ആന.
അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു, രാത്രിയിലത്തേക്കുള്ള സദ്യയും കഴിച്ചു. എല്ലാവരും ഉണ്ട് ഇവിടെ. ഏത് ആനക്കാർ, ചെണ്ടയുടെ ആൾക്കാർ, അത്യാവശ്യം അങ്ങനത്തെ നമ്മുടെ ആനയും വരും. അത് അത്യാവശ്യം എല്ലാവരും ഉണ്ട്. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു, നമ്മളും കഴിച്ചു. നമ്മളിങ്ങനെ ഇരിക്കുക. ഇനിയിപ്പം വെളുപ്പിന് 2 മണി 2:30 ആവണ സമയത്ത് ആന വരും. ആനയുടെ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ആന വരും. ആന വന്നിട്ട് ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കണം. അങ്ങനെ ആന പോകും. അങ്ങനെ ആറാട്ടം അവസാനിക്കണേ. അപ്പം നമ്മൾ 2 മണി വരെ നമ്മളിങ്ങനെ ഇരിക്കണം. മുത്തശ്ശ, ആറാട്ട് ഇങ്ങോട്ട് വരാനുള്ള ഐതിഹ്യം എന്താ? അങ്ങനെ നരസോസ നക്ഷത്രത്തിലെ ആറാട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം ആ അമ്പലത്തിലെ ഊരാഴ്മ കുടുംബമാണിത്.
ഇവിടുത്തെ ഒരു കാരണവരാണ് അയ്മന നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ലയിച്ച്. അതിനൊരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം നട തുറക്കാൻ തീവട്ടിക്കൊള്ള കഴിഞ്ഞ് അവിടുത്തെ ഈ തസ്കരന്മാരെല്ലാം നിഗ്രഹിച്ചതിൻ്റെ ശേഷം നട തുറക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ഊരാഴ്മപ്പെട്ട ഈ കുടുംബത്ത് വന്ന് കാർന്നവരെ കാണുകയും ആ കാർന്നവരുടെ അനുവാദത്തോടു കൂടി അവിടെ ചെന്ന് അദ്ദേഹം കുളിച്ച് നട തുറക്കുകയും ആ നട തുറന്ന സമയത്ത് ഉള്ളിലേക്ക് കയറി ഭഗവാനുമായിട്ട് ലയിച്ചു. ആ ലയിച്ചതിൻ്റെ കാരണം ഈ കാവിൽ ഇരുന്ന് പൂജ കഴിച്ച് ഒരു സന്യാസ ജീവിതം നടത്തിക്കൊണ്ടിരുന്ന കാർന്നവർ ആണ്ടിലൊരിക്കൽ ഇവിടെ ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെ കാണാനായിട്ട് വരുന്നതാണ് ഇവിടെ ആറാട്ട് വരാനുള്ളൊരു കാരണം. അത്ര എന്ന് പറഞ്ഞു. അച്ഛാ അതെ മറ്റേ എല്ലാരും അയ്മനത്ത് വല്യച്ഛൻ എന്നും പറഞ്ഞല്ലേ തൊഴുന്നത്, അതെന്താണ് അങ്ങനെ? മുത്തശ്ശനെ ഉദ്ദേശിച്ചാണോ? ഈ മുത്തശ്ശനാണ് അയ്മനത്തിലെ യോഗീശ്വരനായിട്ട് അങ്ങോട്ട് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ യോഗീശ്വരന് വേണ്ടിയിട്ടുള്ള വഴിപാടാണ് നിരത്തര. ആ നിരത്തര നേദ്യം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കുട്ടികൾക്ക് അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അസുഖത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നിരത്തല തരുന്നത്. അതിൻ്റെ ഒരു പീഠത്തെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഈ നരസിംഹത്തോട് ചേർന്നാണ് ഈ ചൈതന്യം ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് ആണ് അയ്മത്തി വല്യച്ഛൻ പറയുന്നത്. ഈ കടിയമ്പഴക്കാവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കാവിലെ ഈ ഇല്ലത്തെ കാർന്നവരാണ് അവിടെ പോയി നട തുറന്നത്. ആ നട തുറന്നതിൻ്റെ ഒരു കുടുംബത്തെ അംഗങ്ങളെ കാവിൽ ഭഗവതിയെ കാണാനായിട്ട് വരുന്നതായിട്ടാണ് ആറാട്ട് ഇവിടെ വരുന്നതിനുള്ള കാരണം. അന്നേരം അവിടെ ഇരിക്കുന്ന പലകയുണ്ടല്ലോ, നമ്മൾ പറയാം ചോദിക്കുക. തടമ്പ് വാങ്ങി അവിടെ വെക്കുമല്ലോ, ആ ഒരു വലിയ പലകയല്ലേ വെക്കുന്നത്, അതാ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്ന പലകയായിരുന്നു. അതെ, ആ മുത്തശ്ശൻ ഇവിടെ ആ പലകയിലിരുന്നായിരുന്നു ഇവിടെ ധ്യാനത്തിന്. അദ്ദേഹം ആ പലകയിലായിരുന്നു ഇരുന്ന് ഇവിടെ പൂജ കഴിച്ചുകൊണ്ടിരുന്നതും ജപിക്കുന്നതും ഒക്കെ. ആ പലകയിലാണ് ഇപ്പോഴും വന്ന് ആറാട്ട് ഇറങ്ങി എന്ന് വിളിക്കുന്നത്. അതിന്റെ വാളും പീഠവും അവിടെ ഇരിപ്പുണ്ട്. ആ പലകയിലാണ് ഇപ്പോഴും ആറാട്ട് വന്ന് ഇറങ്ങി എന്ന് വിളിക്കുന്നത്. ഈ വാളിന്റെ കഥ എന്താണ്? വാളെന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഒരു അംഗരക്ഷകൻ എന്നുള്ള ഇതിലാണ് മൂകാംബി ഭഗവതിയുടെ സാന്നിധ്യത്തിലാണ് കടിയമ്പഴക്കാവ്. ആ ഭഗവതിയെ സങ്കല്പിച്ചാണ് വാൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ആ ഈ കാവിലായിരുന്നു അദ്ദേഹം സ്ഥിരം തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അറയിലൊരു വാളിരിപ്പില്ലേ? ആ അറയിലെ വാള് കാവിലെ വാള് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ അറയില്. അപ്പൊ ഈ അറയില് ഭഗവതിയുടെ ഒരു സാന്നിധ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പണ്ട് വെളിച്ചപ്പാട് ഉണ്ടായിരുന്ന കാലത്ത് വെളിച്ചപ്പാട് വന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്നാണ് അത് കലിയാറാറ്. അമ്പലത്തില് തീവെട്ടിക്കൊള്ള നടന്നെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, അതെന്താണ് തീവെട്ടിക്കൊള്ള? തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് പരസ്യമായിട്ട് വന്ന് മോഷണം നടത്തുന്നതിനാണ് തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത്. ആ തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ അവര് പഴയ കുടുംബങ്ങള് വലിയ വലിയ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കയറി മോഷണം നടത്തുന്നത്. മോഷണം നടത്തുന്ന ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ വിഭാഗവും ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ വലിയ പെരുമ്പറയും കൊട്ടിക്കൊണ്ട് വന്ന് ഈ അയ്മനത്തി വരാനുള്ള ഒരു കാരണം കൂടെ ഞാൻ പറയാം. അയ്മനത്തി വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ തീവട്ടിക്കൊള്ളയ്ക്ക് പെരുമ്പറ അടിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ വാതിൽ കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുമാരനെല്ലൂർ വന്നപ്പം അവരുടെ ധാരണ വലിയ അമ്പലവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുമാരനെല്ലൂര് ധാരാളം മുതലുള്ള ഒരു അമ്പലമാണെന്ന് അവർക്കൊരു തോന്നൽ വന്നു. ആ തോന്നൽ വന്നപ്പോഴേക്കും അവർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീ ആ കൊല്ലുവരച്ചോട്ടിൽ ഇരിപ്പുണ്ട്. അതെന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ തീവട്ടിക്കൊള്ളക്കാർക്കും നല്ല പൂജ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു, എന്താ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ ഒരു ആരാ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഭഗവതിയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ പൂജ പോലും നടന്നിട്ടില്ല, കാരണം ഇവിടെ ദാരിദ്ര്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവരവിടെ തീവട്ടിക്കൊള്ള നടത്താൻ ഉദ്ദേശിച്ചു. പക്ഷെ അവിടെ മുതലുള്ളതാ. അപ്പോൾ ഭഗവതിയുടെ ഈ വർത്താനം കേട്ടപ്പോൾ അവർ പറഞ്ഞു, അപ്പം ഈ ദൈര്യം പോലും നടത്താനില്ലാത്തടത്ത് കയറി എന്ത് മോഷ്ടിക്കാനാ, എന്നാൽ ഉള്ളയിടത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പം അവർ പറഞ്ഞു, ഇവിടുന്ന് നേരെ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഒരു വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. ആ വിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കോളും. ആ ഒരു
രീതിയിലാണ് ഈ അയ്മന അമ്പലത്തിൽ വരുന്നതും. വിഷ്ണു എന്നുള്ള സങ്കല്പത്തിൽ ആ ചൈതന്യത്തിനെ അവര് കുളിച്ചിട്ടൊക്കെ വന്ന് നട തുറക്കും. കുളിച്ചു വന്ന് നട തുറക്കാൻ നേരത്തെ കുളിച്ചു വന്ന ആ ചൈതന്യത്തെ ഇങ്ങോട്ട് അവര് പ്രതിമയിലേക്ക് ആവാഹിക്കും. ആവാഹിക്കുന്നത് വിഷ്ണുവായിട്ടല്ലേ, മഹാവിഷ്ണുവായിട്ടല്ലേ ആവാഹിക്കുന്നത്. ആവാഹിക്കുമ്പോ നരസിംഹാണ് അകത്ത്. അപ്പൊ മൂർത്തി മാറിപ്പോയി. ആ ഉഗ്ര കോപത്തോടു കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ആ അമ്പലത്തിലെ ഈ മോഷ്ടാക്കളെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഉഗ്ര കോപത്തോടു കൂടിയാണ് അകത്തേക്ക് കയറുന്നത്. പിറ്റേ ദിവസം നട തുറക്കാൻ ചെന്നപ്പോഴേക്കും നട തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അവിടെ അനിഷ്ട സംഭവങ്ങൾ പലതും നടന്നിട്ടുണ്ട്. ആ അനിഷ്ട സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ മോഷണത്തെ ഉദ്ദേശിച്ച് വന്ന ഒരു തസ്കര സംഘമാണ് ഈ തീവട്ടിക്കൊള്ളക്കാരെന്ന് പറഞ്ഞത്. ആ തീവട്ടിക്കൊള്ളക്കാരെ ാണ് ഇങ്ങനെയുള്ളൊരു പേര്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശനായിരുന്നു അവിടെ. അല്ല, മുത്തശ്ശൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ 8 ഇല്ലക്കാരുടെ വകയാണ് ഊരാഴ്മ. ആ ഊരാഴ്മയിൽ ഒരു ഇല്ലാണ് ഇപ്പൊ ഉള്ള ഈ നാരായണമംഗലത്തില്ല. ആ നാരായണമംഗലത്ത് ഇല്ലം പോലെ വേറെ 7-8 ഇല്ലുണ്ട്. ആ ഇല്ലത്തിൽ പലരെയും നേരം വിളിച്ചാൽ അറിയിച്ചു അമ്പലം തുറക്കാൻ പറ്റുന്നില്ല, അനിഷ്ട സംഭവങ്ങളായിരുമ്പം അവിടുത്തെ അധികാരി ഇല്ലങ്ങളിലൊക്കെ അറിയിച്ചു. അപ്പൊ അങ്ങനെ അറിയിച്ച കൂട്ടത്തിൽ മറ്റുള്ളവരും എല്ലാവരും വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ഭയപ്പാട് നട തുറക്കാൻ. ആ നട തുറക്കാൻ ഭയപ്പാട് വന്നപ്പോ ഇദ്ദേഹത്തിനെ അറിയിച്ചു. ഇദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടില്ല. ഇങ്ങനെ ഒരു സന്യാസി രീതിയല്ലേ. ആ കിഴക്കേ കുളത്തിൽ ഇറങ്ങി കുളിച്ചു വന്ന് താക്കോല് തരാൻ പറഞ്ഞു. താക്കോല് വാങ്ങിച്ച് അകത്തേക്ക് കയറി നട തുറന്നു. നട തുറന്ന് അകത്തേക്ക് കയറിയിട്ട് പിന്നെ ആൾ വെളിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോഴേക്കും ഒരു രക്ഷസം കൂടി ആയില്ലേ ഭഗവാന്റെ ദേവ. ഒരു രക്ഷസം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് ചെന്ന് കയറിയിരിക്കുന്നത്. അതാണ് യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ. ആ യോഗീശ്വരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് പോയ ആള് പിന്നെ കാണാതെ വന്നപ്പോഴേക്കും കുടുംബത്തെ അറിയിച്ചു. കുടുംബത്തിൽ നിന്ന് ആൾക്കാർ ചെന്നു. അറിഞ്ഞപ്പോഴേക്കാണ് വെളിച്ചപ്പാടുണ്ടായിരുന്നത്. ആ വെളിച്ചപ്പാട് തുള്ളി അരുളി ചെയ്തു. കാര്യം എന്നാന്ന് വെച്ചാൽ ആണ്ടിലൊരിക്കൽ ഞാൻ കുടുംബത്ത് വന്നോളാം. കുടുംബാംഗങ്ങളെ ദർശിക്കാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്ത് വന്ന് ആദ്യം കുടുംബത്തായിരുന്നു ഇറക്കി എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുടുംബത്തല്ല, കാവില് തിടപ്പള്ളിയുണ്ട്. അതിനുള്ള സാഹചര്യമൊക്കെ ആയപ്പോൾ തിടപ്പള്ളിയിലാണ് ഇറക്കി എഴുന്നള്ളിക്കുന്നത്. എങ്കിലും ഈ കുടുംബത്താണ് വരുന്നത്. അപ്പം ഈ കുടുംബത്തുള്ളവർക്ക് ഇപ്പം അവിടെ ഭഗവാനെ നേരിട്ട് എഴുന്നള്ളിച്ച് ഇരുത്തുന്ന ചില ചടങ്ങുകളുണ്ട്. വലിയ ചടങ്ങില് ഉത്സവബലി, കൊടിയേറ്റ്, ആറാട്ടുബലി, ഈ സമയങ്ങളിൽ ഈ കുടുംബത്തിൽ നിന്ന് ആരും ചെല്ലരുതെന്നാണ്. അത് കാര്യം നേരിട്ട് ഭഗവാൻ അയ്യമ്പലത്തിൽ വെല്ലിച്ചിട്ട് എഴുന്നള്ളുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് ഒരാളവിടെ ചെല്ലുമ്പം ജ്യേഷ്ഠ സ്ഥാന. അപ്പം അങ്ങനെ റെസ്പെക്ട് ചെയ്യണ്ടേ. ചേട്ടൻ വന്നാൽ ശബരിമലയിലെ കാര്യം പറഞ്ഞാലേ അപ്പം ഇങ്ങോട്ട് വന്നോളാം എന്നാ പറഞ്ഞത്. ഉള്ള സൗകര്യത്തെ എനിക്ക് ഇവിടെ തന്നേച്ചാൽ മതി, ഞാൻ ഇവിടെ ഇരുന്നോളാം. പിന്നെ അതിനിടയ്ക്ക് ഒരിക്കല് ആറാട്ട് ഇവിടുന്ന് അല്ലാണ്ട് വേറെ ഒരു കുളത്തിലോട്ട് പോകാനായിട്ടൊക്കെ തീരുമാനിച്ചിരുന്നു. അത് ഉദ്ദേശിച്ചുള്ളൂ. ആറാട്ടെങ്ങും പോയിട്ടില്ല ഇതുവരെയായിട്ടും. ആറാട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവിടെ സാഹചര്യം കുറവാണ്, മോശം, കടവുമില്ല, കുളവുമില്ല, ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. എഴുന്നള്ളിച്ചൊന്നും പോയില്ല. ഒരു തീരുമാനം എടുത്തപ്പോൾ ആറാട്ട് കല്ലുമട മീനച്ചിലാറിന്റെ തീര അവിടെ പോയി ആറാട്ട എന്ന് ഒരു അന്നത്തെ ഒരു കമ്മിറ്റി അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ എഴുന്നള്ളിച്ചപ്പം ആറാട്ട് അങ്ങോട്ട് എഴുന്നള്ളിച്ച് ഇവിടെ ഒന്നും തയ്യാറായിട്ടില്ല. ആറാട്ട് എഴുന്നള്ളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ആന നേരെ കിഴക്കോട്ട് പോകുന്നു. അങ്ങനെ ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം വന്നതിന് ശേഷം പിന്നെ ആറാട്ട് ഇവിടുന്ന് മാറിയിട്ടില്ല, മാറാനും പറ്റത്തില്ല. അങ്ങനെയാണ് ഈ കുടുംബവും അയ്യമ്പലത്തിൻ്റെ നരസിംഹം. ഈ 7 ഇല്ലെന്ന് പറഞ്ഞാൽ ആ 7 ഇല്ലത്ത് ആരും ഈ നട തുറക്കാനൊക്കെ വിസമ്മതിച്ചത് കൊണ്ട് ആ 7 ഇല്ലും നശിച്ചു. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഒറ്റ ഇല്ലേ ഉള്ളൂ. അതില് പല ഇല്ലങ്ങളും പറയുന്നുണ്ട്. പെരുമന, തിരുത്തിക്കാട്ട്, അങ്ങനെ കുറെ ഇല്ലങ്ങളുണ്ട്. പുളിയാമ്പള്ളി, ഇങ്ങനെയൊക്കെയുള്ള ഇല്ലങ്ങൾ പഴയ കുടുംബക്കാരായിരുന്നു. അവരൊക്കെ ഉന്മൂലനാശം ആവുകയും ചെയ്തു. ശേഷിച്ച് ഈ ഒരൊറ്റ കുടുംബമേ ഉള്ളൂ ഇന്ന്. ആ അയ്യമ്പലത്തിലെ ഊരാഴ്മയാണ്. അയ്യമ്പലത്തിലെ ഊരാഴ്മയിൽ ഇങ്ങനെയൊക്കെ ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഈ കടിയമ്പുഴക്കാവ് എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണം എന്താ? ഇപ്പോൾ നിങ്ങളുടെ ഈ കടിയമ്പുഴക്കാവ് എന്ന് പറയുന്നത് ഈ കുടുംബത്തെ ഭരദേവതയാണ്. ആ ഭരദേവതയെ മൂകാംബി ഭഗവതിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. വനദുർഗയാണ്.
അത് ഇവിടുത്തെ ഈ പറഞ്ഞ അയ്മന നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ലയിച്ച അദ്ദേഹം മൂകാംബിയിൽ സ്ഥിരം ദർശനം നടത്തുന്ന ഒരാളാണ്. ഒരു കാലഘട്ടത്തിൽ അങ്ങേർക്ക് പോകാൻ മേലാതെ വന്നപ്പോഴേക്കും പ്രായാധിക്യം കൊണ്ട് യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ അങ്ങേർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി മൂകാംബി ഭഗവതി. ഞാൻ അങ്ങയുടെ ഇല്ലത്ത് വന്നോളാം എന്ന് പറഞ്ഞു. അതിനെങ്ങനെയാണ് അതിൻ്റെ ഒരു തെളിവ് വരിക എന്ന് പറഞ്ഞു. അങ്ങ് പോയി ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങേര് വന്നിരുന്ന സ്ഥലമാണ് ഈ അമ്പലം. അവിടെ ഇരുന്നാണ് പൂജയൊക്കെ കഴിച്ച് ഇരുന്ന സ്ഥലത്തു നിന്നാണ് ഇദ്ദേഹത്തിനെ വിളിച്ച് അയ്മനത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം പറയുന്നുണ്ട് ഇവിടെ. അത് അങ്ങനെയാണ് അടിയമ്പഴക്കാവ് എന്നുള്ളൊരു പേരുണ്ടായത്. നമ്മുടെ ദേവിയുടെ ഒരു പ്രസൻസ് എങ്ങനെയാണ് ഇവിടെയോ? ഇവിടെ ഒരു പ്രസൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ഉണ്ടപ്പോൾ ഭാഗവതിയുടെ ഒരു നല്ല അനുഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും അത് നല്ല ചിട്ടവട്ടായിട്ട് ഒരു കോട്ടവും ഇല്ലാതെയാണ് ഇപ്പോഴും നടത്തിപ്പോരുന്നത്. അതിൻ്റെ അനുഗ്രഹം കുടുംബാംഗങ്ങൾക്കൊക്കെ എപ്പോഴും കൂട്ടത്തിലുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ദാരിദ്ര്യ ദുഃഖങ്ങളുമില്ല. പക്ഷേങ്കിൽ ഇവിടെ ഒരാൾക്ക് അത്യാസന്ന നിലയിൽ സൂക്കീടൊക്കെ മൂർധാന്യാവസ്ഥ ദേവിയിൽ കാവിലെ ഒരു ചൈതന്യം വന്നിരുന്ന് പൂജ കഴിച്ച് മഞ്ഞപ്പൊടിയുടെയൊക്കെ ഒരു ഗന്ധം ഈ പരിസരം മുഴുവൻ അങ്ങനെ നിനക്ക് അനുഭവം വന്നിട്ടില്ല? അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ മുത്തശ്ശി ഒരാളിരുന്ന് ഇവിടെ പൂജ കഴിക്കുന്നതായിട്ട് നമുക്ക് മണികൊട്ടി ഇതെവിടെ ഇപ്പം മണികൊട്ടി പൂജ എന്ന് തോന്നും. വിളക്ക് കണ്ടവരുണ്ട് ഇവിടെ. അപ്പൊ കാര്യം വെച്ചാൽ ഇങ്ങനൊരു ഇവിടെ ഒരു കുടുംബത്തിൽ ഒരു കാർന്നൊരു പ്രായമായ ആള് അത്യാസന്ന നില മരിക്കാൻ കിടക്കുമ്പം അയ്മരത്തി വെല്ലിച്ചം വന്ന് ഭഗവതിയെ തൃപ്തിപ്പെടുത്തി പൂജ കഴിക്കുന്നതായിട്ടാണ് ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ആളെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ അന്നേരം മരിച്ചിരിക്കും. അങ്ങനൊരു സംഭവമുണ്ട്. ഇപ്പോഴും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ ആണെങ്കിൽ ചില സമയത്ത് ഇവിടെ ദീപാരാധന സമയത്ത് മഞ്ഞപ്പൊടി, കദളിപ്പഴം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അതികഠിനമായ ഒരു സ്മെല്ല് ഇവിടെയുണ്ട്, ഈ പരിസരത്തുണ്ട്. അങ്ങനെ നമ്മുടെ ആറാട്ട് ഇവിടെ അവസാനിക്കാറായി. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. വെളുപ്പിന് 12:30-ക്ക് നമ്മുടെ ആന വന്നിട്ടുണ്ട്. ഇനി ആനയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നതോടുകൂടി നമ്മുടെ ആറാട്ട് ഇവിടെ തീരും. നമുക്ക് പോയിട്ട് ആന കാണാം. നടക്കാൻ പറ്റില്ല കേട്ടോ. ഇരുട്ടാണ്, കുഴപ്പമില്ല. നീ ഇപ്പുറത്ത് നിൽക്കുന്നു, നീ എൻ്റെ ബാക്കിൽ നിൽക്കുന്നു.
അച്ഛൻ ഇനി അടുത്ത കൊല്ലം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കൊല്ലമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഉത്സവം കാണണമെങ്കിൽ ഇവിടുത്തെ ഉത്സവം ഇനി അടുത്ത കൊല്ലം ഇനി കൂടാൻ പറ്റുള്ളൂ. അങ്ങനെ ആറാട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നാളെ ഞങ്ങൾ അതെ ഇനിയിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ തന്നെ സമയം 1 മണി 1:15. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഉറങ്ങാൻ പോവാം. ബൈ.